തലസ്ഥാനത്തെ പോലീസ് മർദ്ദനത്തിൽ തെരുവിൽ പ്രതിഷേധിച്ച എസ്എഫ്ഐ. മലപ്പുറത്തും തൃശൂരും SP ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം നടക്കും. മാർച്ചിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പിനെ തുടർന്ന് സമര ഗേറ്റിന് മുന്നിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. അതേസമയം ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. ശിവപ്രസാദും ജില്ലാ ഭാരവാഹികളുമടക്കം 11 പേർ പ്രതികളാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടാകും SFIയുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ തന്നെ വിവിധയിടങ്ങളിൽ വിവിധ ജില്ലകളിൽ സമരവും പ്രതിഷേധവുമുണ്ട്. SFIയുടെ ഭാഗത്തു നിന്നാണ് സംഘർഷങ്ങളുടെ തുടക്കമെന്നാണ് FIR. മാധു, ഇന്നലെ നടന്ന കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിന് ശേഷമാണ് SFI KSU സംഘർഷം പാളയം മാർക്കറ്റിന്റെ ഭാഗത്ത് അരങ്ങേറുന്നത്. അതിന് പിന്നാലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏകപക്ഷീയമായിട്ടുള്ള നടപടി ഉണ്ടായെന്നും അത് മാത്രമല്ല KSUവിന്റെ ഭാഗത്തു നിന്നുള്ള കല്ലേറിലും പ്രതിഷേധിച്ച് ഇന്നിപ്പോൾ SFI സംസ്ഥാന ആഹ്വാനം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കടുത്ത പ്രതിഷേധത്തിനാണ് നിലവിൽ നീക്കം നടത്തിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ SP ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുമാണ് മാർച്ച് സംഘടിപ്പിക്കാനായിട്ട് നീക്കം. ഇതിനോടകം തന്നെ ഇന്നലത്തെ സംഘർഷത്തിൽ SFI സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശിവപ്രസാദ്, ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള 11 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. പൊതുമുതൽ നശിപ്പിച്ചതിനും ലഹളയുണ്ടാക്കിയതിനുമാണ് കേസുള്ളത്. നിലവിൽ ഇന്നലത്തെ ഈ കല്ലേറിൽ SFIയുടെ കല്ലേറിൽ പണ്ണന്തല SHOയുടെ കൈക്ക് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. KSU പ്രവർത്തകർക്കെതിരെയും ഇപ്പോൾ കണ്ടാലറിയാവുന്ന KSU പ്രവർത്തകർക്കെതിരെയും കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും CPMന്റെ മുതിർന്ന നേതാക്കൾ അടക്കം കടുത്ത ആക്ഷേപമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായിട്ടുള്ള നടപടിക്ക് അപ്പുറം ജലപീരങ്കി ഉപയോഗിച്ചതും ലാത്തി ചാർജ് അടക്കം SFI പ്രവർത്തകർക്ക് നേരെ മാത്രമാണ് എന്നുള്ളതാണ്. ഇന്നലെ നടന്ന സംഘർഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സംയമനം നടത്താനായിട്ട് ഇരു കൂട്ടരെയും സംയമിച്ച് പറഞ്ഞുവിടാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള കടുത്ത ആക്ഷേപം ഇപ്പോൾ CPMന്റെ ഭാഗത്തുനിന്നും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SFIയുടെ മാർച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് കടുത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ഒരുക്കിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് അല്പസമയത്തേക്കും SFIയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്നാണ് വിവരം.